പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്ക ഒരു വൻ പ്രതിരോധ വിൽപ്പന പാക്കേജിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഏകദേശം 686 മില്യൺ ഡോളറിന്റെ ഒരു പ്രതിരോധ പാക്കേജാണിത്. ഈ പാക്കേജിൽ 37 മില്യൺ ഡോളർ മൂല്യമുള്ള പ്രതിരോധ ഉപകരണങ്ങളും അതിന്റെ സംവിധാനങ്ങൾ, സുരക്ഷിത ആശയവിനിമയ ഉപകരണങ്ങൾ, നാവിഗേഷൻ ഉപകരണങ്ങൾ, സോഫ്റ്റ്വെയർ അപ്ഗ്രേഡുകൾ, മിഷൻ പ്ലാനിംഗ് സിസ്റ്റങ്ങൾ, മിസൈൽ അഡാപ്റ്റർ യൂണിറ്റുകൾ, ഇലക്ട്രോണിക് സുരക്ഷാ മൊഡ്യൂളുകൾ തുടങ്ങിയ വിവിധ ഘടകങ്ങൾക്കായുള്ള 649 മില്യൺ ഡോളറുമുണ്ട്. അതായത് പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഇപ്പോൾ ഈ 686 മില്യൺ ഡോളറിന്റെ ഒരു പ്രതിരോധ വിൽപ്പന പാക്കേജ് പാകിസ്ഥാന് അംഗീകാരം നൽകിയിരിക്കുന്നത്. US പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസിയാണ് ഈ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ വിദേശ നയവുമായി ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളുമായും ഈ വിൽപ്പന യോജിക്കുന്നു. നിലവിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭാവിയിലെ അടിയന്തര പദ്ധതികൾക്കുമായി അമേരിക്കയുമായി സഖ്യസേനയുമായി പരസ്പര പ്രവർത്തനക്ഷമത നിലനിർത്താൻ പാകിസ്ഥാനെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ. പ്രത്യേകിച്ച് ഈ കരാറിൽ 92 ലിങ്ക് 16 സിസ്റ്റങ്ങളും 6 MK-82 ഇനേർട്ട് 500 പൗണ്ട് ജനറൽ പർപ്പസ് ബോംബുകളും ഉൾപ്പെടുന്നുണ്ട്. ഈ നവീകരണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന്റെ ബ്ലോക്ക് 52, മിഡ് ലൈഫ് അപ്ഗ്രേഡ് 56 തുടങ്ങിയവയുടെ ആയുസ് 2040 വരെ നീട്ടുന്നതിനും വിമാന സുരക്ഷ ആശങ്കകൾ പരിഹരിക്കുന്നതിനും യുദ്ധം, പരിശീലനം, അഭ്യാസങ്ങൾ എന്നിവയിൽ പാകിസ്ഥാൻ വ്യോമസേനയും അമേരിക്കൻ വ്യോമസേനയും തമ്മിലുള്ള പ്രവർത്തന സംയോജനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. F-16 ക്രിപ്റ്റോഗ്രാഫിക് മാൻഡേറ്റ് കംപ്ലൈന്റ്സ് ആൻഡ് സർവീസ് ലൈഫ് എക്സ്റ്റൻഷൻ പ്രോഗ്രാമിന് കീഴിലാണ് ഈ കരാർ വരുന്നത്. ലോഹിത് മാർട്ടിനാണ് ഈ ഇടപാടിന്റെ പ്രധാന കരാറുകാരൻ. ഔദ്യോഗിക സ്രോതസ്സുകൾ പ്രകാരം പാകിസ്ഥാൻ തങ്ങളുടെ സായുധ സേനയ്ക്കുള്ളിൽ വിതരണം ചെയ്യുന്ന വസ്തുക്കളും സേവനങ്ങളും ഫലപ്രദമായി ആഗിരണം ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. 30 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് വിജ്ഞാപനം നിരസിച്ചില്ല എങ്കിൽ വിൽപ്പനയ്ക്ക് സ്വയമേവ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പുതിയ പ്രതിരോധ കരാർ അമേരിക്കയുടെ അടുത്ത പങ്കാളിയായ ഇന്ത്യയിൽ ആശങ്കകൾ ഉണർത്തിയിട്ടുമുണ്ട്. അതായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ദീർഘകാലമായി നിഴൽ സേനയെ ഉപയോഗിക്കുന്നത് കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാനുമായുള്ള വാഷിംഗ്ടണിന്റെ ഈ പുതുക്കിയ സൈനിക ഇടപെടൽ ഒരു വെല്ലുവിളി ഉയർത്തുമെന്നാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ പരമ്പരാഗതമായി ശ്രമിച്ചിരുന്ന അമേരിക്ക നയത്തിലെ സങ്കീർണമായ ചലനാത്മകതയെക്കുറിച്ച് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ അമേരിക്കയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ധ്രുവ ജയശങ്കർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. 686 മില്യൺ ഡോളറിന്റെ ഈ കരാർ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണത്തിന്റെ വിശാലമായ ഒരു ഭാഗമാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലോ റെക്കോദിക് പദ്ധതിയിൽ നിർണായക ധാതുക്കളുടെ ഖനനത്തെ പിന്തുണയ്ക്കുന്നതിനായി US എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് അടുത്തിടെ 1.25 ബില്യൺ ഡോളറിന്റെ ധനസഹായം അനുവദിച്ചിരുന്നു. ഈ നിക്ഷേപം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഖനന ഉപകരണങ്ങളിലും സേവനങ്ങളിലും 2 ബില്യൺ ഡോളർ വരെ സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അമേരിക്കയ്ക്കും പാകിസ്ഥാനിലും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിലെ US എംബസിയിൽ താൽക്കാലിക ചുമതലയുള്ള നതാലി എ ബേക്കർ തൊഴിലവസരങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും വളർത്തുന്നതിലൂടെ US കയറ്റുമതിക്കാർക്കും പാകിസ്ഥാൻ സമൂഹങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന ഉഭയകക്ഷി സഹകരണത്തിനുള്ള ഒരു മാതൃകയായി ഈ പദ്ധതിയെ പ്രശംസിക്കുകയും ചെയ്തു. അമേരിക്കൻ ഭരണകൂടം തന്നെ ഇത്തരം ഇടപാടുകളെ അമേരിക്കയുടെ നയതന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു കരാർ എന്ന് പറയുന്നത് ഒരു വെറും സൈനിക വിൽപ്പനയ്ക്കപ്പുറം പാകിസ്ഥാനുമായുള്ള ശക്തമായ ഇടപെടലിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ബലൂചിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന ചാലക ശക്തിയായി അമേരിക്കൻ എംബസി ധനസഹായത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഈ സാമ്പത്തിക ബന്ധങ്ങളുടെ തന്ത്രപരമായ പ്രാധാന്യം അടിവരയിടുകയും ചെയ്യുന്നുണ്ട്. 2025 തുടക്കത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായി സംയുക്ത വ്യാപാര സംരംഭം പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ പുതുക്കിയ ഇടപെടലിന്റെ തുടക്കം ആരംഭിക്കുന്നത്. പങ്കാളിത്തത്തിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെ തിരഞ്ഞെടുക്കാനുള്ള പദ്ധതികൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ട്രംപ് സഹകരണത്തിനുള്ള സാധ്യതകൾ എടുത്തു കാണിക്കുകയും ചെയ്തത്. ഭാവിയിൽ പാകിസ്ഥാൻ എണ്ണ കയറ്റുമതി ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതയെക്കുറിച്ച് പോലും സൂചന നൽകിയിരുന്നു. സൈനിക സഹകരണത്തോടൊപ്പം സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ സംരംഭം എന്ന് വേണം ഇതിനെ പറയാൻ. ഈ കരാർ ഇപ്പോൾ പാകിസ്ഥാന്റെ സുരക്ഷാ ശേഷികളും സാമ്പത്തിക വികസനവും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീക്കങ്ങൾ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളുടെയും വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ നയതന്ത്രപരവും തന്ത്രപരവുമായ വെല്ലുവിളികൾ ഇത് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.